ഇരിങ്ങാലക്കുട ITU ബാങ്കിലെ നിക്ഷേപകർ നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു. നിലവിലെ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർമാൻ MP ജാക്സൺ ITU ബാങ്കിന്റെ ചെയർമാനായിരുന്ന കാലത്താണ് കോടികളുടെ തിരിമറി ബാങ്കിൽ നടന്നത്. പണം പിൻവലിക്കാൻ കഴിയാതായതോടെ നിക്ഷേപകർ പ്രതിഷേധത്തിലായിരുന്നു. വിവരങ്ങളുമായി സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, ഏതായാലും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കോൺഗ്രസ് പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്താണ് അവിടുത്തെ സാഹചര്യങ്ങൾ? സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധം ഈ ബാങ്കിലെ നിക്ഷേപകർ സംഘടിപ്പിക്കുകയുണ്ടായത്. അത് ഇരിഞ്ഞാലക്കുട നഗരസഭ കെട്ടിടത്തിന് മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഈ നിക്ഷേപകർ എത്തിയത്. ഈ സമയത്താണ് ഇവരൊരു നിവേദനം ഈ നഗരസഭാ അധികൃതർക്ക് കൈമാറാനായിട്ട് ശ്രമിച്ചിരുന്നു. പക്ഷേ ഇത് പോലീസ് ഇതിനെ തടയുകയും ചെയ്തിരുന്നു. പിന്നീട് ചർച്ചകൾക്കൊടുവിൽ മൂന്ന് നിക്ഷേപകരടങ്ങുന്ന സംഘം ഈ നഗരസഭയ്ക്കകത്ത് കയറി ഈ നിവേദനം സമർപ്പിച്ചു. ഇറങ്ങി വരുന്ന വേളയിലാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഈ നിക്ഷേപകരെ വലിയ രീതിയിൽ മോശമായിട്ട് ചീത്ത വിളിക്കുകയും അതോടൊപ്പം തന്നെ കൂകി വിളിക്കുകയും ചെയ്തിരുന്നു. ഇത് പകർത്താനെത്തിയ ഇരിഞ്ഞാലക്കുടയിലെ മാധ്യമ പ്രവർത്തകരെയാണ് ഈ കോൺഗ്രസ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഗുണ്ടകളും ചേർന്ന് കയ്യേറ്റം ചെയ്തത്, അല്ലെങ്കിൽ കയ്യേറ്റം ചെയ്യാനുള്ള ശ്രമം ഉണ്ടായത്. ഇതിനെ മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ ചെറുത്തു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം വലിയ രീതിയിൽ ഈ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനാണ് ശ്രമിച്ചത് എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് വലിയ പ്രതിസന്ധിയാണ് ഈ ഇരിഞ്ഞാലക്കുട ITU ബാങ്കിൽ നടക്കുന്നത്. മുൻ KPCC ജനറൽ സെക്രട്ടറി ആയിരുന്ന MP ജാക്സൺ 36 വർഷത്തോളം ആ ബാങ്കിലെ ചെയർമാനായിരുന്നു. ഈ കാലയളവിലാണ് ബാങ്കിൽ വലിയ കോടികളുടെ സാമ്പത്തിക ക്രമക്കേട് നടന്നത്. തോന്നുംപടി ഈ വായ്പകൾ നൽകിയതും അതോടൊപ്പം തന്നെ മൂല്യമില്ലാത്ത ഈടുകൾ വാങ്ങിവെച്ച് ലക്ഷങ്ങൾ വായ്പ നൽകിയതോടുകൂടിയും ബാങ്ക് വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ കോൺഗ്രസിന്റെ തന്നെ സ്വന്തക്കാർക്കും അതോടൊപ്പം തന്നെ MP ജാക്സന്റെ പരിചയക്കാർക്കും ഒക്കെ തന്നെയാണ് ഇത്തരത്തിൽ വഴിവിട്ട രീതിയിലുള്ള വായ്പകൾ നൽകിയത്. പിന്നീട് ഈ വായ്പകൾ വാങ്ങിപ്പോയവർ 1 രൂപ പോലും തിരിച്ചടയ്ക്കാതായതോടുകൂടിയാണ് ബാങ്ക് വലിയ പ്രതിസന്ധി നേരിട്ട് തുടങ്ങിയത്. തുടർന്ന് RBI ഈ ബാങ്കിലേക്ക് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. അതോടുകൂടി സാധാരണക്കാരായിട്ടുള്ള നിക്ഷേപകർ അത് 20 ലക്ഷവും 10 ലക്ഷവും അതിനു മുകളിലും നിക്ഷേപിച്ചവർക്ക് യാതൊരു വിധത്തിലും ഈ പണം തിരികെ ലഭിക്കാൻ സാധിക്കാത്തൊരവസ്ഥയായിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഈ നിക്ഷേപകരുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇരിഞ്ഞാലക്കുടയിൽ നടന്നു വരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രതിഷേധവും ഉണ്ടായിരുന്നത്. പക്ഷേ ഈ പ്രതിഷേധത്തെ ഈ ആക്രമം കൊണ്ട് കീഴ്പ്പെടുത്താനാണ് കോൺഗ്രസിന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിച്ചത്. ശരി, സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.